ആപ്പിൾ കമ്പനിയുടെ ലോഗോ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആപ്പിളിന്റെ ആദ്യത്തെ ലോഗോ ഇതായിരുന്നില്ല. ഒരു മരത്തിന്റെ ചുവട്ടിൽ പുസ്തകം വായിച്ചിരിക്കുന്ന ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീഴുന്നതായിരുന്നു ചിത്രം. അതിൽ നിന്നും ആപ്പിൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ബൈറ്റിംഗ് ആപ്പിൾ എന്ന ഇന്നത്തെ ലോഗോയിലേക്ക് എത്തി. അതിനിടയ്ക്ക് മോഡൽ മാറുന്നതിനനുസരിച്ച് ആപ്പിളിന്റെ നിറങ്ങൾ മാത്രം മാറി. ഇതിനെയാണ് റെസ്പോൺസീവ് ലോഗോ എന്ന് പറയുന്നത്. അതായത് ഒരു വലിയ ലോഗോയുടെ ചെറിയ രൂപം. 1978 ആപ്പിളിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ സ്ക്രീനിലാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. സ്ക്രീൻ ചെറുതാകുന്നതിനനുസരിച്ച് ലോഗോവും ചെറുതായി. ആപ്പിൾ എത്ര ചെറുതായാലും അത് വ്യക്തമായി മനസ്സിലാകും. ലോഗോയുടെ ഉദ്ദേശം തന്നെ തിരിച്ചറിയപ്പെടുക എന്നതാണ്. കമ്പനിയുടെ ഐഡന്റിറ്റിയാണ് ലോഗോ. അതുകൊണ്ട് തന്നെ ലോഗോ സിമ്പിൾ ആൻഡ് മിനിമൽ ഫോമിലായിരിക്കും പ്രത്യക്ഷപ്പെടേണ്ടത്. മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ ഡു ഫോളോ ലക്ഷ്യ സ്കൂൾ പ്ലസ്.